നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടത്തിനൊരുങ്ങി മൂവാറ്റുപുഴ നഗരസഭ. ചർച്ചയായി വികസനവും വികസന മുരടിപ്പും. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പ്രചരണം ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ്. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിലാണ് പ്രഖ്യാപനം നടന്നത്. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. സജീവ് ഉദ്ഘാടനം ചെയ്തു. കുന്നയ്ക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാൾ നാളെ സമാപിക്കും. IMA മൂവാറ്റുപുഴ മികച്ച ബ്രാഞ്ചിനുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങി. ബ്രാഞ്ച് സെക്രട്ടറിക്കുള്ള പുരസ്കാരവും മൂവാറ്റുപുഴ ബ്രാഞ്ചിൽ. കുരിശുമൂട്ടിൽ കുടുംബയോഗം ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജോൺസൺ ജോസഫ് പുതിയ പ്രസിഡന്റ്. ആനിക്കാട് ഉമാമഹേശ്വര ക്ഷേത്രം ഉത്തരവയ്പ് ഞായറാഴ്ച. മേൽശാന്തി ദിനേശൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളം നിറഞ്ഞതോടെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി മുന്നണികൾ. തീപാറും പോരാട്ടമാണ് അരങ്ങേറുന്നത്. വികസനവും വികസന മുരടിപ്പും കൂടുമാറ്റവും ചർച്ചയാകപ്പെട്ട മൂവാറ്റുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളം നിറഞ്ഞു തുടങ്ങിയതോടെ മുന്നണികൾ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങിക്കഴിഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി 5 വർഷത്തെ ഭരണകാലാവധി പൂർത്തിയാക്കിയ UDF ഭരണം നിലനിർത്താനും ഭരണം തിരിച്ചുപിടിക്കാൻ LDFും കൂടുതൽ സീറ്റ് പിടിക്കാൻ BJPയും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ തീപാടം തെരഞ്ഞെടുപ്പിനാണ് മൂവാറ്റുപുഴ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിലവിലെ 28 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസ് 10, മുസ്ലിം ലീഗ് 2, കേരള കോൺഗ്രസ് 1 ഉൾപ്പെടെ 13 സീറ്റുകളോടെയും 2 സ്വതന്ത്രരുടെയും പിന്തുണയോടെയാണ് UDF ഭരണകാലാവധി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 5 വർഷക്കാലം മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇടതുപക്ഷ മുന്നണിക്ക് ഇനി നഗരസഭാ ഭരണം കണി കാണേണ്ട സാഹചര്യം പോലും ഉണ്ടാവില്ലെന്ന് നഗരസഭാ ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ PPL ദോസ് പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണി ആത്മാഭിമാനത്തോടെയാണ് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനാധിപത്യ മുന്നണിക്ക് തുണയാകും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ നാട്ടിൽ തുടർച്ചയായി ഭരണം നടത്തിയ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലത്ത് ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെക്കുറിച്ച് 4.25 വർഷം ഒരാക്ഷേപവും ഉന്നയിക്കാതെ നഗരസഭാ കൗൺസിലിനെതിരെ ഒരു മുദ്രാവാക്യം പോലും ഒരു സമരം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു 4.25 വർഷം. അവസാന ഘട്ടത്തിൽ വന്നിട്ട് നഗരഭരണം പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു സമരം നടത്തിയതൊഴിച്ചാൽ മറ്റൊന്നും അവർക്ക് പറയാനില്ല. ഞങ്ങൾ ആത്മാഭിമാനത്തോടെ പറയുന്നു, ഈ മുന്നണി മൂവാറ്റുപുഴ നഗരസഭയിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് തിരികെ വരും. 1958 മൂവാറ്റുപുഴ നഗരസഭ രൂപീകരിച്ചതിന് ശേഷം 10 വർഷ കാലയളവിൽ മാത്രമാണ് UDFന് ഭരണത്തിലേറാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ 5 വർഷം എന്നത് മൂവാറ്റുപുഴയെ 10 വർഷം പിന്നോട്ടടിപ്പിച്ച കാലഘട്ടമാണെന്നും കഴിഞ്ഞ LDF കൗൺസിൽ കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ തനതായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ UDF ഭരണസമിതിക്ക് സാധിച്ചില്ലെന്നുമാണ് LDF വാദം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM 8, CPI 3 ഉൾപ്പെടെ 11 സീറ്റുകളാണ് LDFന് നേടാൻ സാധിച്ചത്. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായതൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ രാഷ്ട്രീയ ഗ്രൂപ്പ് പോരിനുള്ള വേദിയാക്കി മാത്രം നഗരസഭയെ മാറ്റുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു പറഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങളെന്നുള്ളത് മൂവാറ്റുപുഴയെ 10 വർഷം പുറകോട്ടടിപ്പിച്ച കാലഘട്ടമായിരുന്നു. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ നഗരത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ കൗൺസിൽ ഇരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയല്ലാതെ തനതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്ത കൗൺസിലായിരുന്നു കഴിഞ്ഞ കൗൺസിൽ എന്ന് പറയുന്നത്. ഈ കൗൺസിലിനെ കുറിച്ച് ഏറ്റവും നല്ലൊരു ഉദാഹരണം കൗൺസിലിലെ തന്നെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന അജി മുണ്ടാടൻ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചൊരു ബോർഡാണ്. ആ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് ആരും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ മുനിസിപ്പാലിറ്റിയിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയും അവിടെ ഇല്ല എന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ 2 സീറ്റുകളുള്ള BJPയും തെരഞ്ഞെടുപ്പ് രംഗത്ത് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നേറുന്നത്. നിലവിലെ 2 സീറ്റുകളും നിലനിർത്തി 9 സീറ്റ് നേടാൻ BJPക്ക് സാധിക്കുമെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് T. ചന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മൂവാറ്റുപുഴ നഗരസഭയിൽ നിർണായക ശക്തിയായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് പാർട്ടി നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ വാർഡുകളിൽ
മറ്റ് മുന്നണികളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത്. കാരണം രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം കേരളത്തിന് മുന്നോട്ടാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും ആ വികസനത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും എത്താൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. 28 നിന്ന് വാർഡുകളുടെ എണ്ണം 30 ആയതോടെ അംഗബലം കൂട്ടാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ഇക്കുറി ചെയർപേഴ്സൺ സ്ഥാനത്ത് വനിത എന്നതും തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. നഗരത്തിന്റെ കരുത്തുറ്റ വനിത ആരെന്നാണ് ചർച്ചയാകുന്നത്. നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പിയുടെ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ആര് ഭരിക്കും, ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് നാം മാറിയിരിക്കുന്നു എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുവാനുള്ളത്. അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി ആര് വിജയിക്കും, ആര് ഭരിക്കും എന്നുള്ളത് നമുക്കൊരേ ഉത്തരമേ ഉള്ളൂ, ഒരേ ശരിയുള്ളൂ. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാം. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഭരിക്കുവാൻ പോകുന്ന, ആ ഭരണചക്രം നിയന്ത്രിക്കാൻ പോകുന്ന പാർട്ടിയുടെ പേര് ഒന്നേയുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള അഭിമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ബി.ജെ.പി. മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CV ജോണി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ET നടരാജൻ, അരുൺ P മോഹൻ, അഡ്വക്കേറ്റ് സൂരജ് ജോൺ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് AS വിജു മോഹൻ, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ, ബി.ജെ.പി. മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കുന്നയ്ക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാൾ. ശനിയാഴ്ച രാവിലെ 7:30 പ്രാർത്ഥന. ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രസംഗം, ജോർജിയൻ അവാർഡ് വിതരണം, പ്രദക്ഷിണം എന്നിവ നടത്തപ്പെടും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. IMA സംസ്ഥാന ഘടകത്തിലെ 118 ശാഖകളിൽ മികച്ച ബ്രാഞ്ചിനും സെക്രട്ടറിക്കുമുള്ള പുരസ്കാരം IMA മൂവാറ്റുപുഴയ്ക്ക്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സെക്രട്ടറിക്കുള്ള ഡോക്ടർ S ശങ്കരൻപിള്ള പുരസ്കാരം മൂവാറ്റുപുഴ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിനും, മികച്ച ബ്രാഞ്ചിനുള്ള ഡോക്ടർ SS റാവു പുരസ്കാരം മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാത്യുവും ഏറ്റുവാങ്ങി. കോഴിക്കോട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കുരിശുമൂട്ടിൽ കുടുംബയോഗം ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മൂവാറ്റുപുഴ കോതമംഗലം മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് ജോൺസൺ ജോസഫ്, വൈസ് പ്രസിഡന്റുമാർ അലക്സ് കോതമംഗലം, ജോളി മാത്യു, ജനറൽ സെക്രട്ടറി ടോണി തോമസ്, ജോയിന്റ് സെക്രട്ടറിമാർ റെജിമോൻ, ഷൈനി ആന്റോ, ട്രഷറർ സണ്ണി തോമസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ബൈജു, നെൽസൺ മാത്യു, മിനി ദിലീപ്, തോമസ് ജോസഫ്, ബിജു PC തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം. ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. ആനിക്കാട് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഉത്തരം വയ്പ് ഞായറാഴ്ച. ആനിക്കാട് ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ ഉത്തരം വയ്പ് ഞായറാഴ്ച നടക്കും. മേൽശാന്തി ദിനേശൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 8:40-നും 10:48-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ്. സൗത്ത് മാറാടി പള്ളിപ്പുറത്ത് PG വിൽസൺ 58 നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 11-ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു. ഭാര്യ ഉഷ, മക്കൾ ആതിര, ആശ, മരുമക്കൾ നിതീഷ്, ഉണ്ണി. കാവുങ്കര പോക്കളം മുസ്തഫ 70 നിര്യാതനായി. ഭാര്യ ജമീല, മക്കൾ നിഷാദ്, നസിയ, മരുമക്കൾ സക്കിയ, മാഹിൻ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.